പലനാട് പല രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു തൊക്കുണ്ടാക്കിയാലോ? തൊക്കെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ വേറൊരു വേരിയേഷനാണ്. പല ജാതി തൊക്കുണ്ടാക്കാം. തക്കാളി കൊണ്ട് ഉണ്ടാക്കാം, വെളുത്തുള്ളി കൊണ്ട് ഉണ്ടാക്കാം, ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കാം. ഞാനിന്ന് പച്ചമുളകിൻ്റെ തൊക്കാണ് ഉണ്ടാക്കണേ. അതിന് ഞാനൊരു 200 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ കടുക്, 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, കുറച്ച് പുളി, കല്ലുപ്പ്, കായം, കട്ടക്കായാണ് എടുത്തേക്കണേ. അത് നല്ലെണ്ണയിലാണ് വറുക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഇച്ചിരി എണ്ണ ചൂടാക്കി അതിലേക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടണേ. എന്താ വെച്ചാൽ പച്ചമുളക് അങ്ങനെ ഹോളായിട്ട് ഇട്ടാൽ അത് പൊട്ടിത്തെറിക്കും എണ്ണയിൽ ഇട്ടു വെച്ചാൽ. പിന്നെ അതിൻ്റെ തീഷ്ണതയും കുറച്ച് കുറയും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വറുത്താൽ. നല്ലോണം വറുത്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കായം റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കായ കട്ടി കായാണ്, അത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കും. ഇത് പൊടിച്ചിട്ട് അരച്ചിട്ട് ചേർക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഇനിയിപ്പോൾ ഉഴുന്നുപരിപ്പാണ് ചേർക്കണേ. ആ ഉഴുന്നുപരിപ്പ് ഇതിലിട്ട് നല്ല ഒരു റോസ്റ്റ് ബ്രൗൺ കളർ ആവണ വരെ റോസ്റ്റ് ചെയ്യണം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് ഒരു പിങ്ക് കളർ എന്ന് പറയാം, വല്ലാണ്ട് ഡാർക്ക് കളറാവരുത്. അതിൻ്റെ കൂടെ പുളിയും ചേർക്കാം. പുളിയും ചേർത്ത് ഒന്ന് നല്ലോണം റോസ്റ്റ് ആകുമ്പോൾ നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് ഇതും അരയ്ക്കണം. ആദ്യം പച്ചമുളക് അരച്ചെടുക്കും, പച്ചമുളകും ആ കായവും കൂടി, പിന്നെ ഇതും. പിന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് വറുക്കുക ചെയ്ത്. കടുക് വറുത്തിട്ട് പച്ചമുളക് പേസ്റ്റ് ആദ്യം ചേർത്ത് അത് നല്ലോണം റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്ത് നമ്മൾ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണ പോലെ നല്ലോണം റോസ്റ്റ് ചെയ്ത് എണ്ണ വിട്ട് വരണവരെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ ഉഴുന്ന് പരിപ്പിൻ്റെ പേസ്റ്റും കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഞാൻ എടുത്ത് വെച്ചേക്കണേ. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് പച്ചമുളകിൽ ചേർത്തു. അത് കാരണം കുറച്ചും കൂടി ഇതിൽ കുറച്ചും കൂടി ഉപ്പിടും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലോണം വരട്ടി ഇതിലത്തെ ആ വെള്ളാംശമൊക്കെ പോയി കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയി എണ്ണ പുറത്തേക്ക് വരുന്ന പോലെ ആകുമ്പോൾ തൊക്ക് റെഡിയായി.